കല്യാണ തലേന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ കല്യാണ പെണ്ണിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണേണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു ബൊക്ക കൊടുത്തിട്ട് പാട്ട് പാടാറാണ് നമ്മുടെ പ്ലാൻ. അതുപോലെ തന്നെ അലിമോള് റിലുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ കല്യാണ പെണ്ണിനെ കൊണ്ടുവന്നു. അവൾ ഉറങ്ങാൻ പോയതായിരുന്നു. ആ സമയത്താണ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു സർപ്രൈസ് കൊടുത്തത്. ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ പറഞ്ഞ പ്ലാൻ പോലെ തന്നെ എല്ലാവരും പാട്ടൊക്കെ പാടി കറക്റ്റ് ബൊക്കെയൊക്കെ കൊടുത്തു. ആൾക്ക് ഒരുപാട് സന്തോഷമായി. ആളെ ലാസ്റ്റ് കരയൊക്കെ ചെയ്തിട്ടോ. അത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് വിഷമമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കല്ലു ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലുവിൻ്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവളെ വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ. അത് കണ്ടപ്പോഴേക്കും റിലു നന്നായിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവളെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ചെന്നില്ലെങ്കിൽ ഫുഡ് തരൂലെന്ന് ആൻറ്റിമാരൊക്കെ കൂടി പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണ കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അമ്മാമ്മ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മണവാട്ടിനായിട്ട് കുറച്ചു നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ട് അവളെ ഉറങ്ങാനായിട്ട് വിട്ടു കേട്ടോ. അവൾ എത്ര ഉറങ്ങാൻ പറഞ്ഞു വിട്ടിട്ട് അവൾ ഉറങ്ങാൻ പോകണ്ടായിരുന്നില്ല. അവൾക്ക് ഉറക്കം വന്നില്ലെന്നാ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഈ അലുവും കല്ലുവും കൂടിയിട്ട് നാളെ ഇടാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചെറിയൊരു റീല് പോലെ ഒന്ന് എടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് തന്നെ ഞാൻ എല്ലാത്തിനെയും വിളിച്ച് എണീപ്പിച്ച് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ കുറേ പേരില്ലേ ആൻറ്റിമാരെ എല്ലാവരും റെഡിയാക്കണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കല്ലുവിനെ റെഡിയാക്കി. അവളാണ് ഫസ്റ്റ് കുളിച്ചിട്ടൊക്കെ വന്നത്. കല്ലുവിൻ്റെ ഹെയറും മേക്കപ്പും കഴിഞ്ഞിട്ട് നമ്മളിത് അലുമോളെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അലുമോളെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആളെ പിടിച്ചിരുത്തി ചെയ്യാനായിട്ട്. ആൾ ഇടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്ക് വർത്താനം പറയും. അങ്ങനത്തെ ഒരു കുരുത്തങ്കെട്ട സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ആളുടെ മേക്കപ്പ് കഴിഞ്ഞു, ഹെയർ കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ഹെയറാണ് അലുമോളുടെ ഹെയർ കേട്ടോ. നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റി, പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ അലുമോളുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ച് നമ്മൾ മൊത്തത്തിൽ സെറ്റാക്കി. അപ്പോൾ ആൾക്ക് സന്തോഷമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളെ മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 9 മണിക്ക് പോണതുകൊണ്ട് ആൾ ഇരുന്ന് ആകെ ക്ഷീണിച്ചു കേട്ടോ. എല്ലാവരും റെഡിയായി കഴിയണവരെ ആൾ ഇരിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ കല്ലും ഇവിടെ നല്ല സുന്ദരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ഹെയർ ആയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സോണി ചേച്ചീനെ ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ലൈറ്റായിട്ട് മേക്കപ്പും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിശിക വാവേനെയും കൂടി ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ബോയൊക്കെ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, നല്ല ഒച്ചായിട്ട് ഇരുന്ന് തന്നു കേട്ടോ. അപ്പോൾ അതേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാവേനെ നല്ല ഭംഗിയായിട്ട് തോന്നി. ചിരിക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. അത്രയും രാവിലെ ആണല്ലോ, കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് പോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അതുപോലെയൊക്കെ ഇട്ടിട്ടോ. ലാസ്റ്റ് ഒരു ചിരിയൊക്കെ തന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ. ബാക്കി കല്യാണ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.